ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ജിംസ് ലൈവ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സെമ്മിലെ സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് ഫാർമസി എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ സാൾസ് എന്ന് പറഞ്ഞ ഡിസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ സാൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം. അതിനാണ് നമ്മൾ സാൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം ആണ് സാൾസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. ഓക്കെ, സോ ദിസ് ഇസ് കമ്മ്യൂണിക്കബിൾ. ഇതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. ഇത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ കൊറോണ വൈറസ് കാരണം നമുക്കൊരു ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കൊറോണ വൈറസ് കാരണം വരുന്ന ഒരു കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ്. ഓക്കെ, കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസാണ്. കൊറോണ വൈറസ് കാരണമാണ് അത് മെയിൻലി ഉണ്ടാകുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇത് മൈൽഡ് ആയിട്ടോ അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി മൈൽഡ് ഓർ മോഡറേറ്റ് ആയിരിക്കാം. ഇത് മെയിൻലി എഫക്ട് ചെയ്യുന്ന അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് നമ്മൾ ഇത് മെയിൻലി എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണ് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ നമ്മൾ ഇത് മെയിൻലി എഫക്ട് ചെയ്യുന്നത്. ദിസ് ക്യാൻ ബി ഒന്നെങ്കിൽ മൈൽഡ് ആയിരിക്കാം അല്ലെങ്കിൽ മോഡറേറ്റ് ആയിരിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യം ആലോചിക്കുക. അതായത് ഇതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. എന്ത് കാരണമാണ് വരുന്നത്? കൊറോണ വൈറസ് കാരണമാണ് ഇത്. ദിസ് ക്യാൻ ബി മൈൽഡ് ആയിരിക്കാം അല്ലെങ്കിൽ മോഡറേറ്റ് ആയിരിക്കാം. ഓർ ദിസ് മേ എഫക്റ്റ് എവിടെയാണ്? അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആണ്. ഹ്യൂമനിലെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് ഇത് മെയിൻലി എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്. സോ സൈൻസ് ആൻഡ് സിംറ്റംസ് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അല്ലെ, നിങ്ങൾ ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അല്ലേ. ഓക്കെ, എന്തൊക്കെയാണ് സൈൻസ് ആൻഡ് സിംറ്റം എന്ന് പറഞ്ഞാൽ? ഒന്ന് ഫീവർ ഉണ്ട്. ഫീവർ, പിന്നെന്താ? ഹെഡ് ഏക്ക്. നിങ്ങളിങ്ങനെ ആലോചിച്ച് വെക്കുക. ഫീവർ ഉണ്ടായിരിക്കും, ഹെഡ് ഏക്ക് ഉണ്ടായിരിക്കും, റണ്ണിങ് നോസ് ഉണ്ടായിരിക്കും, വൊമിറ്റിംഗ്, നോസിയ, വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ചിൽസ് ഉണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് എന്ത് സ്മെല്ല് നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ ലോസ് ഓഫ് സ്മെല്ല്. പിന്നെ എന്താണ്? അതേപോലെ തന്നെ ഓക്സിജൻ ലെവൽ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഓക്സിജൻ ലെവൽ കുറയും. അതേപോലെ തന്നെ ചെസ്റ്റ് എക്സ്റേ ആണെങ്കിൽ നമ്മൾ ചെസ്റ്റ് എക്സ്റേ നോക്കുമ്പം ആദ്യം നമുക്ക് എന്താ കിട്ടുക? സ്മോൾ യൂണിലാറ്ററൽ പാച്ച് ആണ് ഉണ്ടായിരിക്കുക. അത് പ്രോഗ്രസ് ചെയ്യുമ്പം പിന്നെ ബൈലാറ്ററൽ ആയിട്ട് മാറും. അപ്പം എന്തൊക്കെയാണ് സിംറ്റംസ് ഉള്ളത് നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക. എന്തൊക്കെയാണ്? ഫീവർ ഉണ്ടായിരിക്കും, ഹെഡ് ഏക്ക് ഉണ്ടായിരിക്കും, നോസിയ, വൊമിറ്റിങ്, ചിൽസ്, ഡിസിനെസ്, അതേപോലെ തന്നെ കഫ്, സ്മെല്ല് നഷ്ടപ്പെടും, നമുക്ക് ഓക്സിജൻ ലെവൽ കുറവായിരിക്കും. ചെസ്റ്റ് ആണെങ്കിൽ ചെസ്റ്റ് എക്സ്റേ നടത്തുന്ന സമയത്ത് നമുക്ക് ആദ്യം കിട്ടുക സ്മോൾ യൂണിലാറ്ററൽ പാച്ചി ഷാഡോയിങ് ആണ്. അത് 1 to 2 days കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? അത് ബൈലാറ്ററൽ ആയിട്ട് മാറും. ഓക്കെ, സോ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയായിരിക്കും? ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 3 to 5 days അല്ലെങ്കിൽ 2 to 7 days ആണ് ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത്. ഓക്കെ, പീരീഡ് വരുന്നത് 3 to 5 days ഓർ 2 to 7 days. ഇതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് 3 to 5 days ആണ് കോമൺ ആയിട്ട് വരുന്ന ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഇസ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ളത്? സോ എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. ഒന്ന് മെയിൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി മോഡാണ് അല്ലേ. പ്രൈമറി മോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്റ്റ് കോണ്ടാക്റ്റും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയിരിക്കും. ഓക്കെ, ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് അതാണ് പ്രൈമറി ആയിട്ട് വരുന്ന മോഡ്. പ്രൈമറി മോഡാണ് ഡയറക്റ്റ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്ട്. സോ ഇതിലെങ്ങനെയാണ് നമുക്ക് ഇപ്പം എന്താണ്? ബോഡി ഫ്ലൂയിഡ്സ് വഴി അല്ലേ, അതേപോലെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് വഴി. ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ ഐന്ന്, നോസിന്ന്, മൗത്ത് നിന്നൊക്കെയുള്ള ഡ്രോപ്ലെറ്റ് വഴിയായിരിക്കും. ഐ, നോസ്, മൗത്തിന് ഡ്രോപ്ലെറ്റ്സ് വഴിയായിരിക്കും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തൊരു മോഡ് തന്നെ നാച്ചുറൽ ആണ്. നാച്ചുറൽ മെത്തേഡ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? നാച്ചുറൽ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? നാച്ചുറൽ എന്ന് പറയുമ്പം എങ്ങനെയാണ്? ഹോസ്, ഷൂ, ബാറ്റ് കാരണമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സാൾസ് വൈറസിന് നമുക്ക് ഒരു നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ 24 hours ഇതിന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, 24 hours അതിന് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം അത് ഹ്യൂമൻ എക്സ്ക്രീറ്റയിലൊക്കെയാണ് ആ ഒരു ഓർഗാനിസം ഉള്ളതെങ്കിൽ അതിന് ഇറ്റ് ക്യാൻ സ്റ്റേ ഫോർ 4 days. അതിന് ലൈഫ് ഉണ്ടായിരിക്കും. ഓക്കെ, 4 days. സോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ്? അതായത് സോ മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യണത്? നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയോ നമുക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഐസ്, നോസ്, മൗത്ത് അങ്ങനെ അതിന് ഡ്രോപ്ലെറ്റ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വേറൊരു മെത്തേഡ് അല്ല വേറൊരു വേ എന്ന് പറഞ്ഞാൽ നാച്ചുറലാണ്. നാച്ചുറലാണെങ്കിൽ എന്തായിരിക്കും? ഹോസ്, ഷൂ, ബാറ്റ് വഴിയായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇനി ഹ്യൂമൻ അത് നമുക്ക് എന്താണ്? ഇപ്പം ഹ്യൂമൻ എക്സ്ക്രീറ്റയിലാണ് അത് ഓർഗാനിസം ഉള്ളെങ്കിൽ അതിന് 4 days അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് സ്റ്റേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഔട്ട്സൈഡിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇനി അത് ഓൾസോ ദ വൈറസിനകത്ത് 24 hours ഒരു റൂം ടെമ്പറേച്ചറിൽ 24 hours ഇത് വൈറസിന് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് മാനേജ്മെൻറ്റ് ഓഫ് സാൾസ്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് സാൾസ് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ആക്ച്വലി ദർ ഇസ് നോ കൺഫേംഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സാൾസിൻ്റെ കേസിൽ. നമുക്കൊരു കൺഫേം ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സാൾസിൻ്റെ കേസിൽ ഇല്ല.
അല്ലേ? നമ്മളിപ്പോൾ കൊറോണ വന്ന സമയത്ത് നമുക്കൊരു കൺഫേം ആയ ട്രീറ്റ്മെൻറ്റ് ഇല്ല. സോ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിബാവറിൻ, ലോപ്പിനാവിർ, കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, ഇൻ്റർഫെറോൺ ടൈപ്പ് 1, ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി കൊടുക്കുന്നത്. ഓക്കെ, സോ എന്താ പറഞ്ഞാൽ നമുക്ക് ഇതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇല്ല. സോ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സിന് റിബാവറിന്, ലാപ്പിനാവിർ, ഇൻ്റർഫെറോൺ ടൈപ്പ് 1, ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, വി ഹാവ് ടു ഗോ ഫോർ എൻ ഇൻറ്റൻസീവ് സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇൻറ്റൻസീവ് സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഇനി ചില സമയത്ത് നമുക്ക് ആൻഡ് ഓൾസോ ഈ ഒരു ഡിസീസിന് നമുക്ക് എന്തായാലും ആൻറ്റിബയോട്ടിക് ഡ്രഗ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഇതെന്താണ്, ഒരു വൈറൽ ഡിസീസാണ് അല്ലേ? കൊറോണ വൈറസ് കാരണം ഡിസീസ് വന്നിരിക്കുന്നത്. സോ നമുക്കൊരു ബാക്ടീരിയ ആൻറ്റിബയോട്ടിക് ഡ്രഗ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. സോ നമ്മൾ വൈറൽ ഡ്രഗാണ് കൊടുക്കുന്നത്. അതിൻ്റെ ലിസ്റ്റ് നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഈ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് ഡയഗ്നോസിസ്. അതിൽ ആദ്യം തന്നെ ബ്ലഡ് ടെസ്റ്റ്. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പം ഫസ്റ്റ് വൺ ഇസ് CBC, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അതേപോലെ ലൂക്കോപീനിയ ഈസ് മോസ്റ്റ് കോമൺ. ഇത് സാൾസ് പേഷ്യൻറ്റിൽ ലൂക്കോപീനിയ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നതാണ്. സോ ലൂക്കോപീനിയ, ദെൻ ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് ലെവൽ നോക്കുക, അതേപോലെ തന്നെ ക്രിയാറ്റിൻ ലെവൽ നോക്കുക. സോ ഇത് രണ്ടും എന്തായിരിക്കും? കൂടുകയാണ് ചെയ്യാം. ഓക്കെ, ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് ലെവൽ ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ ക്രിയാറ്റിൻ കൈനേസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. എന്തിൽ? ഈ ഒരു കൊറോണ പേഷ്യൻറ്റിൽ വരുമ്പം. ഇനി ബ്ലഡ് ആൻഡ് സ്പുട്ടം കൾച്ചറാണ്. ഓക്കെ, സോ ബ്ലഡ് ആൻഡ് സ്പുട്ടം കൾച്ചർ എന്ന് പറയുമ്പം ബ്ലഡ് കൾച്ചർ ഇസ് നെഗറ്റീവ് ഫോർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഓക്കെ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്തായിരിക്കും? ബ്ലഡ് കൾച്ചർ നെഗറ്റീവ് ആയിരിക്കും. ഇനി സ്പുട്ടം കൾച്ചർ ആണെങ്കിൽ എന്താണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസിൻ്റെ കേസിലും അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പം മാനേജ്മെൻറ്റ് പറഞ്ഞു, ഡയഗ്നോസിസ് പറഞ്ഞു. ഓക്കെ, ദ നെക്സ്റ്റ് ആണ് ചെസ്റ്റ് എക്സ്റേ. ചെസ്റ്റ് എക്സ്റേ നോക്കുമ്പം 20-25% ആൾക്കാരിൽ ഈ ചെസ്റ്റ് എക്സ്റേ നോർമൽ ആയിരിക്കും. ഓക്കെ, അത്രയും പേരിൽ ഒരു 20-25% ആൾക്കാർക്ക് ചെസ്റ്റ് എക്സ്റേയിൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇനി ചിലവർക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? സ്മോൾ അല്ലെങ്കിൽ ലാർജ് പാച്ചി ഷാഡോ ഉണ്ടായിരിക്കും. രണ്ട് ലെങ്സിലും ഒരു സ്മോൾ അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള ഒരു പാച്ചി ഷാഡോ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ചെസ്റ്റ് എക്സ്റേ. അടുത്താണ് പൾസ് ഓക്സിമെട്രി. അതായത് നോർമലായിട്ട് വരുന്ന ഒരാൾക്ക് എത്രയാണ് SpO2 വരുന്നത്? SpO2 വരെ എത്രയാണ് വരുന്നത്? ദാറ്റ് ഇസ് 94 അല്ലെങ്കിൽ 96 ആണ് വരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരാൾക്കാർക്ക്. ഇനിയിപ്പം ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ അവർക്ക് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 90 ആയിരിക്കും വരിക. ഓക്കെ, എത്രയാണ് വരിക? 90. ഓക്കെ, 90 ആണ് വരിക. സോ നെക്സ്റ്റ് വൺ ഇസ് പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് സാൾസ്. സോ പ്രിവെൻഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി, നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഒരു കൊറോണൻ്റെ സമയത്ത്, നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് നിങ്ങളത് പ്രിവെൻറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, സോ പ്രിവെൻഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആർക്കാണോ കൊറോണ ഇൻഫെക്റ്റ് ആയിട്ടുള്ളത് അവരെ നമ്മൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ? നമ്മൾ എന്തിനാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അവരെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ക്വാറന്റൈനിൽ അവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം അങ്ങനത്തെ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ എന്താ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ? മാസ്ക് ധരിക്കുക, ഹാൻഡ് നന്നായിട്ട് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ബോധറായിരിക്കുക, അതായത് വാഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബോധറായിട്ടിരിക്കുക. ഇനി വെറുതെ നമ്മൾ കണ്ണിലോ മൂക്കിലോ അങ്ങനെയൊന്നും നമ്മൾ തൊടാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങളാണല്ലേ? ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഗ്ലൗസൊക്കെ നമ്മൾ എപ്പോഴും ഗ്ലൗസ് ധരിക്കുക. അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനത്തെ ആൾക്കാരെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ PP കിറ്റ് ധരിക്കണം എന്നുള്ളത് പറയാം. അതേപോലെ തന്നെ ഈ സിംറ്റംസ്, നമുക്കിപ്പോൾ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ എന്തോ സിംറ്റം നമുക്ക് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ സ്മെല്ല് നഷ്ടപ്പെട്ട പോലെ നമുക്ക് ഫീൽ ചെയ്തു, ആ സമയം നമ്മൾ എന്ത് ചെയ്യും? നമ്മളായിട്ട് തന്നെ ക്വാറന്റൈനിൽ പോവുക. ആരോടും പറയേണ്ട ആവശ്യമില്ലാണ്ട് നമ്മളായിട്ട് തന്നെ ക്വാറന്റൈനിൽ പോവുക. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നമുക്ക് ഇങ്ങനൊരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ആരെ അറിയിക്കുക? ഗവൺമെൻറ്റിനെ അറിയിക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് പ്രിവെൻഷൻ കൺട്രോൾ നോക്കേണ്ടത്. അത് നിങ്ങൾക്ക് അറിയുന്നതായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് ദാറ്റ് ഓൾസോ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു ഡിസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.